പരിക്കുകൾ നിരന്തരമായി വേട്ടയാടിയതുകൊണ്ട് മാത്രം പ്രതീക്ഷിച്ച വിവരങ്ങളിൽ എത്താതെ പോയവരിൽ ഏറ്റവും ആദ്യം നമ്മൾ കേൾക്കുന്ന പേരായിരിക്കും ബ്രസീലിന്റെ റൊണാൾഡോ നസാരിയോ. എന്നാൽ പരിക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അതിലും ഉയരത്തിലെത്തേണ്ടിയിരുന്ന മറ്റൊരാളുണ്ടായിരുന്നു. ഫുട്ബോൾ മൈതാനത്ത് ഒരു വെൺമേഘം പോലെയായിരുന്നു അയാൾ. ശാന്തൻ, എന്നാൽ ലക്ഷ്യബോധമുള്ളവൻ. കാൽപന്ത് കൊണ്ട് അദ്ദേഹം കവിത എഴുതുമ്പോൾ അത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു കലാസൃഷ്ടിയായി ലോകം കണ്ടു. പറഞ്ഞു വരുന്നത് ഡച്ചുകാരനായ മാർക്കോ വാൻ ബാസ്റ്റനെ കുറിച്ചാണ്. കളിയാകൾ കൊണ്ട് യൂറോപ്പിലെ ഫുട്ബോൾ മൈതാനം കീഴടക്കിയ സൗന്ദര്യത്തിന് പക്ഷേ ആയുസ് കുറവായിരുന്നു. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ദുരന്ത കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആംസ്റ്റർഡാമിലെ കൗമാരത്തിൽ നിന്നും മിലാനിലെ രാജസിംഹാസനത്തിലേക്ക് റൈക്കാർഡും ഗുള്ളിറ്റുമൊത്ത് അദ്ദേഹം യൂറോപ്പിനെ അടക്കി ഭരിച്ചു. 28 വയസ്സിനുള്ളിൽ 3 ബാലൻഡിയോർ അയാളെ തേടിയെത്തി. ഒരു ദശാബ്ദത്തിൽ ഫുട്ബോളിന്റെ ഗതി മാറ്റാൻ പോകുന്നത്രയും ഗോളുകൾ. ഓരോ ഗോളിനും പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു, ഒരു നൃത്തമുണ്ടായിരുന്നു. വാൻ ബാസ്റ്റൺ കളിക്കുമ്പോൾ എതിർ ഗോളുകൾ പോലും അദ്ദേഹത്തെ ആരാധിച്ചിരിക്കണം. 88-ലെ യൂറോ കപ്പിൽ സോവിയറ്റ് യൂണിയനെതിരെ നേടിയ ആ വോളി ഗോൾ ആർക്കാണ് മറക്കാൻ സാധിക്കുക? അത് വെറും ഗോളായിരുന്നില്ല, അതൊരു ജനതയുടെ തന്നെ വികാരമായിരുന്നു.